ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്വാന്തനം 2-ൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഖ്യമന്ത്രിയുടെ പെർമിഷനോട് കൂടിയ ഒരു ലെറ്റർ അറ്റാച്ച് ചെയ്ത ഫയൽ മീനാക്ഷിയെ ഏൽപ്പിക്കുകയാണ് മീനാക്ഷിയുടെ സീനിയർ ഓഫീസർ. ഈ ഫയൽ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുതെന്നും ഈ ഫയൽ പ്രത്യേകം പഠിക്കണമെന്നും മീനാക്ഷിയുടെ സീനിയർ ഓഫീസർ മീനാക്ഷിയെ പറഞ്ഞേൽപ്പിക്കുന്നു. ഇതേസമയം വീട്ടിൽ ഗോമതിയും മിത്രയും കൂടി കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ബാലൻ ആര്യനെ അടിച്ചത് ഒട്ടും ശരിയായില്ല എന്നും ബാലൻ്റെ സ്വഭാവത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയെന്നും ഇതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ശ്രീദേവിയുടെ ഏഷണിയാണെന്നും ഗോമതി മിത്രയോട് പറയുന്നു. ഇതിനിടയിൽ ഗോമതി മിത്രയോട് പറയുന്നു, അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന്. ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുന്ന ശ്രീദേവി പെട്ടെന്ന് റൂമിലേക്ക് കടന്നു വരുന്നു. ശ്രീദേവിയെ കണ്ട ഉടൻ തന്നെ ഗോമതി ഞെട്ടിപ്പോകുന്നു. താൻ പറഞ്ഞതെല്ലാം ശ്രീദേവി കേട്ടു എന്ന് ഗോമതിക്ക് ഉറപ്പാവുകയും ചെയ്യുന്നു. ഇതേസമയം ശ്രീദേവി ഗോമതിയോട് ചോദിക്കുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ആരെ കണ്ട കാര്യമാ അമ്മ ഇപ്പോൾ പറഞ്ഞതെന്ന്. ഇത് കേട്ട് ഗോമതി ആകെ പരിങ്ങിലായി. അതേസമയം ഈ രംഗത്തിലേക്ക് മീനാക്ഷി കടന്നു വരികയും അന്ന് വകയിലൊരു അമ്മാവനെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കണ്ട കാര്യം പറയുകയായിരിക്കും അമ്മ എന്ന് മീനാക്ഷി പറയുകയും ചെയ്യുന്നു. മീനാക്ഷിയുടെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലം കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയായി എന്ന് ഗോമതി ആശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ശ്രീദേവിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിലും ശ്രീദേവി കാര്യങ്ങളൊന്നും മനസ്സിലാകാത്ത ഒരു പൊട്ടിയെ കണക്ക് ആക്ടിങ് ചെയ്യുകയാണ്. ഇതേസമയം കടയിൽ കഴിഞ്ഞ ദിവസം ബാലൻ ആര്യനെ അടിച്ച കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ആനന്ദും ആകാശും ചേർന്ന് രാമേട്ടനോട് ഇക്കാര്യം ബാലൻ്റെ കൂടെ ചോദിക്കാൻ വേണ്ടി രാമേട്ടനെ ചട്ടം കെട്ടുകയാണ്. ബാലൻ വന്ന ഉടൻ തന്നെ രാമേട്ടൻ ചോദിക്കുന്നു, ബാല, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. തന്നോളം വളർന്ന തൻ്റെ മകനെ ഭാര്യയുടെയും അമ്മയുടെയും കൂടാതെ ചേട്ടത്തിമാരുടെയും മുന്നിൽ വെച്ച് അടിച്ചത് ഒട്ടും ശരിയായില്ല. അത് കേട്ട് ബാലൻ രാമേട്ടനോട് പറയുന്നു, ഞാൻ എൻ്റെ മകനെ അല്ലേ അടിച്ചത്, അതുകൊണ്ട് അവൻ ഒരു വിഷമവും ഉണ്ടാവില്ല. അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ അടിച്ചത്. ഇത് കേട്ട് രാമേട്ടൻ പറയുന്നു, നീ അങ്ങനെയൊക്കെ പറയും, നാളെ അവൻ പോയി മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്താൽ നീ കുടുങ്ങും. അപ്പോൾ ബാലൻ പറയുന്നു, ഗോമതി സ്റ്റോഴ്സിനെ കുറിച്ച് ആരെന്തു പറഞ്ഞാലും ഞാൻ സഹിക്കത്തില്ല. ഞാൻ എൻ്റെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയ കടയാണ്. അത് കേട്ട് രാമേട്ടൻ പറയുന്നു, ബാല, നിൻ്റെ വിയർപ്പിൻ്റെ കഥയൊക്കെ എനിക്ക് നിനക്കും അറിയാം. പുതിയ പിള്ളേർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നീ കുറച്ച് ഒതുങ്ങണം. അപ്പോൾ ബാലൻ പറയുക, കൊച്ചിലെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ച് കടന്നുപോയി. എനിക്കാണെങ്കിൽ ഒരച്ഛൻ്റെ തലോടലോ ഒന്നും കിട്ടിയിട്ടില്ല. അത് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിട്ടുമുണ്ട്. ഞാനിപ്പോൾ എൻ്റെ മക്കളെ നേർവഴിക്ക് നയിക്കാനായി ശ്രമിക്കുകയാണ്. ഇത് കേട്ട് ആകാശിൻ്റെയും ആനന്ദിൻ്റെയും കണ്ണിൽ നിന്നും കണ്ണീരിറ്റിറ്റ് വീഴുന്നു. അതിനുശേഷം കാണിക്കുന്നത് ആര്യനെയാണ്. രാത്രി കുടിച്ച് ലെക്ക് കെട്ട് വീട്ടിലേക്ക് കടന്നു വരികയാണ് ആര്യൻ. ശ്രീദേവി വാതിൽ തുറന്നു കൊടുക്കുന്നു. ആര്യൻ ആടി കടന്നു വരുന്നു. അത് കണ്ട് ശ്രീദേവി ആര്യനോട് ചോദിക്കുന്നു, നിനക്ക് ബാലച്ചനോട് ഒട്ടും സ്നേഹവും ബഹുമാനവുമില്ല. ഇതും കൂടി കേട്ടപ്പോൾ ആര്യൻ്റെ കൺട്രോൾ പോവുകയും ആര്യൻ ശ്രീദേവിയെ ഒരൊറ്റ ആട്ടാട്ടുകയുമാണ് ചെയ്യുന്നത്. അങ്ങേരുടെ ആട്ടും തുപ്പും കേട്ട് അങ്ങേരുടെ കടയിൽ പോയി ജോലി എൻ്റെ പട്ടി ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന ആര്യനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.